രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വിമർശനങ്ങൾ ഇഷ്ടമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ വിമർശനങ്ങൾ ഇഷ്ടമില്ലാതെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിമർശനങ്ങൾ ഇഷ്ടമില്ലാതെ വരുന്നത് വിശേഷിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും അയച്ച കത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേന്ദ്രത്തിൽ ഭരണമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സീലുണ്ടാകുന്നത് വലിയ അപരാധമാണെന്നിരിക്കെ അതിനെ വിമർശിക്കുന്ന പോസ്റ്റുകളും കണ്ടൻറ്റുകളും നീക്കം ചെയ്യുക എന്നത്, അതും പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യുക എന്നതൊക്കെ തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ്. അതായത് സുപ്രീം കോടതിക്കും താഴെയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യയിലെ ഭരണഘടനയാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് കേന്ദ്രഭരണത്തിനും ഇലക്ഷൻ കമ്മീഷനുമൊക്കെ എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനും അവരെക്കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അധികാരം നൽകുന്നത്. അതേ ഭരണഘടന തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരങ്ങളും നൽകിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ പൗരന്മാരുടെ വാ മൂടിക്കെട്ടാനുള്ള ഒരധികാരവും ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള സർക്കാർ പ്രധാനമന്ത്രിയെയും അവരുടെ പാർട്ടിയെയും പോലും വിമർശിക്കുന്ന കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യുകയാണ്. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ സ്വാതന്ത്ര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹനിക്കപ്പെടുകയാണ്. ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആകുലതയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷമെങ്കിലും തീർച്ചയായും അഭിസംബോധന ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. കാരണം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പുകളിൽ മേൽ മാത്രമാണ് ഇപ്പോൾ പൗരന്മാർക്ക് വിശ്വാസമുള്ളത്. അതും അടിച്ചമർത്തപ്പെടുക എന്നത് ഫാഷിസത്തിൻ്റെ കടന്നുവരവാണ്. ഫാഷിസം എന്നത് ജനാധിപത്യ വിരുദ്ധവും അടിസ്ഥാനപരമായി മനുഷ്യവിരുദ്ധവുമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിലും മാനവിക മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ ഒന്നുകിൽ പൗരന്മാർ നിശബ്ദരാക്കപ്പെടുകയും തുറുങ്കിലടക്കപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ എന്നേക്കുമായി ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാകും. അതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവർ വാ മൂടിക്കെട്ടി ഇരിക്കേണ്ട സമയമല്ല ഇത്.